ഇന്ത്യയിൽ വിസ്തീർണ്ണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏത്? എ. അരുണാചൽ പ്രദേശ്, ബി. ആസാം, സി. മധ്യപ്രദേശ്, ഡി. ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ വിസ്തീർണ്ണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം സി. മധ്യപ്രദേശ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി എന്ന്? എ. ജനുവരി 1, ബി. ജൂൺ 1, സി. മാർച്ച് 1, ഡി. ഏപ്രിൽ 1. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി എന്ന്? ഉത്തരം ഡി. ഏപ്രിൽ 1. താഴെ പറയുന്നവയിൽ ഏതു ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്? എ. സിന്ധി, ബി. ഉറുദു, സി. ഹിന്ദി, ഡി. മറാത്തി. താഴെ പറയുന്നവയിൽ ഏതു ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്? ഉത്തരം ബി. ഉറുദു. ലോകമേ തറവാടു തനിച്ചെടികളും പുല്ലുകളും പുഴുകളും കുടിത്തൻ കുടുംബക്കാർ എന്നു പാടിയത് ആര്? എ. കുമാരനാശാൻ, ബി. വള്ളത്തോൾ, സി. ഉള്ളൂർ, ഡി. വയലാർ. ലോകമേ തറവാടു തനിച്ചാക്കി ചെടികളും പുല്ലുകളും പുഴുകളും കുടിത്തൻ കുടുംബക്കാർ എന്നു പാടിയത് ആര്? ഉത്തരം ബി. വള്ളത്തോൾ. 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത് ആര്? എ. കുമാരനാശാൻ, ബി. വാഗ്ഭടാനന്ദൻ, സി. കെ. അയ്യപ്പൻ, ഡി. മന്നത്ത് പത്മനാഭൻ. 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം സി. കെ. അയ്യപ്പൻ. ഏതു രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപങ്ചർ? എ. ചൈന, ബി. ജപ്പാൻ, സി. ഭൂട്ടാൻ, ഡി. നേപ്പാൾ. ഏതു രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപങ്ചർ? ഉത്തരം എ. ചൈന. ഏതു രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിൻ്റെ മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്? എ. മ്യാൻമാർ, ബി. ജപ്പാൻ, സി. നേപ്പാൾ, ഡി. തായ്ലൻഡ്. ഏതു രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിനു മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്? ഉത്തരം എ. മ്യാൻമാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. ഗോദാവരി, ബി. യമുന, സി. ഗംഗ, ഡി. മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം സി. ഗംഗ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏത്? എ. ഛത്തീസ്ഗഡ്, ബി. അജ്മീർ, സി. കൊൽക്കത്ത, ഡി. ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏത്? ഉത്തരം സി. കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം ഏത്? എ. ഇന്ത്യ ഗേറ്റ്, ബി. ഫത്തേപൂർ സിക്രി, സി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഡി. ഇവയൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം ഏത്? ഉത്തരം ബി. ഫത്തേപൂർ സിക്രി.